إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ പ്രിയം നിറഞ്ഞ സത്യാന്വേഷികളായ വിശ്വാസികളെ വിശ്വാസിനികളെ, സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ എല്ലാ ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിയുന്ന പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന സമയം അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തേതാണ് നോമ്പ് എന്നത്. പ്രഭാതോദയം മുതൽ സൂര്യാസ്തമയം വരെ നോമ്പിനെ മുറിക്കുന്ന കാര്യങ്ങളെ അല്ലാഹുവിന് വേണ്ടി ഒഴിവാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ത്യജിക്കുന്ന ആരാധനയാണ് നോമ്പ് എന്നത്. ഇത് നിർബന്ധമാണെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അതിനുള്ള തെളിവ് ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ قال قال رسول الله صلى الله عليه وسلم بني الإسلام على خمس شهادة أن لا إله إلا الله وأن محمد رسول الله وإقام الصلاة وإيتاء الزكاة والحج وصوم رمضان. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇസ്ലാം കാര്യം അത് 5 കാര്യങ്ങളിൽ സ്ഥാപിതമാണ്.
അതിലൊന്നാമത്തേത് അല്ലാഹു അല്ലാതെ ആരാധനില്ലെന്നും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണ് എന്നും സാക്ഷ്യം വഹിക്കുക എന്നതാണ്. രണ്ടാമത്തേത് നമസ്കാരം നിലനിർത്തുക എന്നതാണ്. മൂന്നാമത്തേത് സക്കാത്തും, നാലാമത്തേത് ഹജ്ജും. അതുപോലെ റമദാനിൽ നോമ്പ് നോൽക്കുക എന്നതും ഇതിൽപ്പെട്ടതാണ്. ഈ 5 കാര്യങ്ങൾ ഹദീസിൽ അതിന്റെ ഓർഡർ വന്നിട്ടില്ലെങ്കിലും ഈ 5 കാര്യങ്ങളാണ് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കുക എന്നത് അത് ഓരോ മുഅ്മിനിന്റെയും മേൽ നിർബന്ധമായ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഹേ സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുമ്പുള്ളവരോട് കൽപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾക്കും ഇതാ നോമ്പ് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കുവാൻ വേണ്ടി എത്രേ അത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങൾക്ക് മുമ്പുള്ളവരെ അവർക്ക് നിർബന്ധമാക്കിയതുപോലെ. അപ്പൊ നമ്മുടെ മുമ്പുള്ള മുൻഗാമികളായ ആളുകൾക്കും നോമ്പ് നിർബന്ധമായി കൽപ്പിച്ച കാര്യമാണ്. അതേപോലെ തന്നെയാണ് നിങ്ങൾക്കും ഇതാ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊണ്ടുവന്നതായി പറയുന്നതായി കാണാം, ഹേ വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ടാണ് നോമ്പ് നിങ്ങളിൽ നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അല്ലാഹു പറയുന്നത്. അതിനാൽ ഓരോ സത്യവിശ്വാസിക്കും നോമ്പ് നിർബന്ധമാണ്. പ്രത്യേകം ഒഴിവ് കഴിവ് നൽകപ്പെട്ടവർ മാത്രമേ അതിൽ നിന്ന് ഒഴിവായിട്ടുള്ളൂ. ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നാഭിപ്രായമില്ലാത്ത കാര്യമാണ് എന്നതാണ്. ഒഴിവ് കഴിവുള്ള കാരണങ്ങളുള്ള ഉദുറുള്ള ആളുകൾ ഒഴികെ ബാക്കിയുള്ള വിശ്വാസികളായ മുഴുവൻ ആളുകൾക്കും നോമ്പ് നിർബന്ധമാണ് എന്നതിൽ രണ്ടഭിപ്രായമില്ല എന്നതാണ്. ബാക്കി പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, എന്നാൽ ഈ വിഷയത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ശഹ്റു റമളാന അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. ജനങ്ങൾക്ക് മാർഗദർശനമായി കൊണ്ട് നേർവഴി കാട്ടുന്നതുമായി കൊണ്ടും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്തമായ തെളിവായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അതിനെ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമളാൻ എന്നത്. അതുകൊണ്ട് ഫമൻ ശഹിദ മിൻകും ശഹ്റ ഫൽയസും, ആരെങ്കിലും ആ മാസത്തിൽ റമളാൻ മാസത്തിൽ സന്നിഹിതരാണ് എങ്കിൽ അവർ ആ മാസം വ്രതമനുഷ്ഠിക്കേണ്ടതാണ്, നോമ്പ് നോൽക്കേണ്ടതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം കൽപ്പിച്ച കാര്യമാണ്. യാതൊരു സംശയമില്ല, സംശയലേശമന്യേ പരിശുദ്ധ ഖുർആൻ കൊണ്ടും പ്രവാചകന്റെ ഹദീസ് കൊണ്ടും പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട ഈ അടിസ്ഥാനപരമായ കാര്യത്തിൽ ആരെങ്കിലും നിഷേധിക്കുന്നുവെങ്കിൽ അവൻ അവിശ്വാസിയായി മാറുമെന്നാണ്. അത് മുസ്ലിം ലോകത്തിന്റെ ഇജ്മാ. ഈ ഹദീസിന്റെ ഈ ആയത്തിന്റെ ഇമാം മുസ്ലിമിന്റെ ഷർഹ് മുസ്ലിമിൽ കാണാം, ആരെങ്കിലും നോമ്പിനെ നിഷേധിക്കുകയാണ്, അങ്ങനെ നിഷേധിക്കപ്പെട്ടാൽ നോമ്പ് എന്നല്ല പഞ്ചസ്തംഭങ്ങളിൽ സ്ഥാപിതമായ ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം അതിൽ അവിശ്വസിക്കുകയാണ് എങ്കിൽ, നിഷേധിക്കുകയാണ് എങ്കിൽ അവൻ അവിശ്വാസിയായി മാറുമെന്നതാണ്. മാത്രമല്ല നോമ്പ് നിർബന്ധമാണ് എന്ന് അംഗീകരിക്കുകയും
അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഉപേക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ പാപിയായി പരിഗണിക്കപ്പെടും. അവൻ മതത്തിൽ നിന്ന് പുറത്തു പോകുകയില്ല, പക്ഷെ അവന് ശിക്ഷ ലഭിക്കുമെന്നതാണ്. മറ്റേത് മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഈ നോമ്പ് ഹിജ്റ വർഷത്തിലെ രണ്ടിലാണ് റമദാൻ നോമ്പ് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 9 റമദാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയത്. നിർബന്ധമാക്കിയതിനു ശേഷം ആ നോമ്പ് നിർബന്ധമാക്കുന്നതിലെ യുക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയുന്നതായി കാണാം. നേരത്തെ ഓതി വെച്ച ആയത്തിന്റെ ബാക്കി ഭാഗം, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ട പോലെ തന്നെ നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നോമ്പിനെ നിർബന്ധമാക്കിയത്? അത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി, പാപരഹിതമായി ജീവിക്കാൻ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ, എല്ലാ അർത്ഥത്തിലും തിന്മകളിൽ നിന്ന് പാടെ ഒഴിവായി നന്മയോടുകൂടി ജീവിക്കുവാൻ വേണ്ടിയാണ്, ആ തഖ്വ ആർജിക്കുവാൻ വേണ്ടിയാണ് റമദാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കിയത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. നോമ്പ് നിർബന്ധമാക്കിയതിന് യുക്തി ഈ ഖുർആൻ വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായ കാര്യമാണ്. അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ്. അവനെ ആരാധിക്കുക എന്നത് മാത്രമല്ല, അല്ലാഹുവിനെ ആരാധിക്കുക എന്നതിലൂടെ, ആ ആരാധനയിലൂടെ, നോമ്പ് നിർബന്ധമാക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിനെ ആരാധിക്കുകയും അല്ലാഹുവിന് ഇബാദത്തെടുക്കുകയും അല്ലാഹുവിനെ കഴിവിന്റെ പരമാവധി എല്ലാ അർത്ഥത്തിലും സൂക്ഷിച്ച് നിഷിദ്ധങ്ങളിൽ നിന്ന് ഒഴിവായി മാറി നിൽക്കുക എന്നതാണ്. അവന്റെ കൽപ്പനകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അത് ജീവിതത്തിൽ കൊണ്ടുവന്ന് ജീവിക്കുക, അതാണ് തഖ്വ എന്നത്. നമ്മളൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആ വഴിയിൽ ധാരാളം പ്രയാസങ്ങളുണ്ട്. കല്ല്, മുള്ള്, അതുപോലെ നടന്നാൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മുറിവേൽക്കുന്ന രീതിയിലുള്ള ചില്ലുകളും മറ്റൊക്കെയുള്ള ഒരു വഴി. നമ്മുടെ ലക്ഷ്യസ്ഥലത്തേക്ക് എത്താൻ മറ്റൊരു മാർഗവുമില്ല. ആ വഴിയിലൂടെ തന്നെ പോകണമെങ്കിൽ നമ്മൾ എത്ര കണ്ട് ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മുള്ളു തട്ടാതിരിക്കാൻ, ചില്ല് കോറാതിരിക്കാൻ, കല്ല് തട്ടാതിരിക്കാൻ എത്ര സൂക്ഷ്മതയോടുകൂടിയാണോ നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നത്, അതുപോലെയാണ് ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നാനാഭാഗങ്ങളിൽ നിന്നും തിന്മയിലേക്ക് ഇങ്ങനെ നമ്മുടെ മനസ്സിനെ ചാഞ്ചാടുന്ന രീതിയിൽ പിശാച് അവന്റെ കൂട്ടാളികളും പണിയെടുക്കുകയാണ്. താഴ്ഭാഗങ്ങളിലൂടെ, മേൽഭാഗങ്ങളിലൂടെ, ഇടതുഭാഗത്തിലൂടെ, വലതുഭാഗത്തിലൂടെ, മുന്നിലൂടെ, പിന്നിലൂടെ ഒക്കെ ഇങ്ങനെ തിന്മയിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും. അതിൽ നിന്നെല്ലാം മനസ്സിനെ പിടിച്ചു നിർത്താൻ സാധിക്കണം. അതാണ് തഖ്വ എന്നത്. എല്ലാ തിന്മകളിൽ നിന്നും സൂക്ഷിച്ച് നന്മയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുക. ആ തഖ്വക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നിർബന്ധമാക്കിയത് എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദിച്ച ഹദീസിൽ കാണാം, മല്ലം യദ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വ ശറാബഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും കളവ് പറയലും അത് പ്രവർത്തിക്കലും തിന്മകളെല്ലാം ചെയ്യുക അത് ഉപേക്ഷിക്കാത്ത പക്ഷം അവന്റെ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് യാതൊരു ആവശ്യവുമില്ല എന്നാണ്. രാവിലെ പ്രഭാതം മുതൽ സുബ്ഹി ബാങ്ക് മുതൽ വൈകുന്നേരം മഗ്‌രിബ് ബാങ്ക് വിളിക്കുന്നത് വരെയുള്ള ആ സമയങ്ങളിൽ നമ്മൾ വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രമായില്ല, മറിച്ച് തിന്മകൾ ചെയ്യുന്നതിൽ നിന്ന്, കളവ് പറയുന്നതിൽ നിന്ന്, അങ്ങനെയുള്ള
എല്ലാ ചീത്തയായ മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും മാറി നിന്നാൽ മാത്രമേ ആ നോമ്പ് ഫലവത്താവുകയുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ പട്ടിണി ബാക്കിയാകുമെന്ന് മാത്രം. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ടാണ് തഖ്വക്ക് വേണ്ടി, സൂക്ഷ്മതയ്ക്ക് വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ കാരണം. നോമ്പുകാരന് നിർബന്ധമായ കാര്യങ്ങൾ, ആ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യലും നിഷിദ്ധമായ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലും അനിവാര്യമാണെന്ന് ഹദീസിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഏഷണി പറയുക, പരദൂഷണം പറയുക, കളവ് പറയുക, ഇങ്ങനെയുള്ള എല്ലാ മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കണം. നിഷിദ്ധമായ കച്ചവടങ്ങൾ, ഹറാമായ കച്ചവടങ്ങൾ, അതുപോലെ മ്ലേച്ഛതകളിൽ നിന്ന് അകന്നു നിൽക്കണം. ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിൽ റമദാനിൽ പൂർണ്ണമായും പാലിക്കപ്പെടുകയാണെങ്കിൽ മാത്രമേ മറ്റു മാസങ്ങളിലും ഇതേ രീതി തുടർന്നു പോകാൻ സാധിക്കുകയുള്ളൂ. റമദാനിൽ പരിശീലനമാണ്. മറ്റു മാസങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു നന്മ ചെയ്ത് ഇത് മറ്റുള്ള മാസങ്ങളിലും ആവർത്തിക്കപ്പെടാൻ, ഒരു മാസക്കാലം എല്ലാ നിലക്കുമുള്ള മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും, അത് കച്ചവട രംഗത്താകട്ടെ, കുടുംബരംഗത്താകട്ടെ, സാമൂഹിക രംഗത്താകട്ടെ, രാഷ്ട്രീയ രംഗത്താകട്ടെ, ഇങ്ങനെ ഏതെല്ലാം മേഖലകളിൽ ഒരു മനുഷ്യൻ ഇടപെടുന്നുണ്ടോ ആ മേഖലകളിൽ മുഴുവനും നന്നായി തീരണം. അതിനൊരു മാസം ട്രെയിനിങ് ചെയ്യുകയാണ്. അത് ജീവിതത്തിന്റെ എല്ലാ മറ്റു മാസങ്ങളിലും തുടർന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അതില്ലാതെ വെറും പട്ടിണി മാത്രം കിടന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചിട്ടുള്ളത്. ഈ നോമ്പ് സ്വീകരിക്കപ്പെടുവാൻ 4 ഷർത്തുകളുണ്ട്. ഒന്നാമത്തെ ഷർത്ത് മുസ്ലിം ആവുക എന്നതാണ്. മുസ്ലിം അല്ലാത്ത ഒരാൾ നമ്മൾ ചെയ്യുന്ന പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നു, അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. മുസ്ലിമായി തീർന്ന ഒരാൾക്ക് മാത്രമേ നോമ്പ് നിർബന്ധമുള്ളൂ. അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഏതൊരു സൽക്കർമ്മവും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുവാനുള്ള പ്രഥമമായ മാനദണ്ഡം മുസ്ലിമായി മാറണം എന്നതാണ്. മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ നന്മ ചെയ്താൽ, എന്ന് പറഞ്ഞാൽ തൗഹീദുള്ള ഒരാൾ, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളിൽ നിന്ന് മാത്രമേ നന്മകൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അല്ലാത്ത നന്മകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. അത് ഏതൊരു കർമ്മ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിലും അവന്റെ റസൂലിലും അവിശ്വസിക്കുന്നവരുടെ കർമ്മങ്ങളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞതായി കാണാം. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 54-ാമത്തെ വചനത്തിൽ അവർ അള്ളാഹുവിലും അവന്റെ ദൂതനിലും അവിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മടിയന്മാരായി കൊണ്ടല്ലാതെ അവർ നമസ്കാരത്തിന് ചെല്ലുകയില്ല. വെറുപ്പുള്ളവരായിക്കൊണ്ടല്ലാതെ അവർ ചെലവഴിക്കുകയില്ല എന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. കപടന്മാരായ ആളുകളെ കുറിച്ച്, മുനാഫികളായ ആളുകളെ കുറിച്ച്, അവർ നിസ്കരിക്കും, നോമ്പ് നോൽക്കും, ദാനധർമ്മങ്ങൾ ചെയ്യും, വിശ്വാസം ഉള്ളിലേക്ക് കടന്നു ചെന്നിട്ടില്ല, പുറമേക്ക് മാത്രം വിശ്വസിക്കുന്ന ആളുകൾ. അത്തരം ആളുകളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നാണ്. അത് നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും സ്വതക്കയാണെങ്കിലും ഹജ്ജാണെങ്കിലും അത് ബാഹ്യമായ പ്രവർത്തനങ്ങൾ മാത്രമായി പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ വീണ്ടും പറഞ്ഞു, വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. അവർ പ്രവർത്തിച്ച കർമ്മങ്ങളുടെ നേരെ നാം തിരിയുകയും ആ കർമ്മങ്ങളെ അതിനെ ചിതറിയ ധൂളികളാക്കി തീർക്കുകയും ചെയ്യുമെന്നാണ്. കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ ധാരാളം നന്മകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് അവർക്ക് യാതൊരു ഉപകാരവുമില്ലാതായി തീരുമെന്നാണ്. അതിൽ അടിസ്ഥാനപരമായി മുസ്ലിമാകണം, വിശ്വാസമുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധൂളികളാക്കി പറത്തിക്കളയും. ഒരു നിലക്കും അവർക്ക് ഉപകാരമുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ നോമ്പ് ശരിയാകുന്നതും നിർബന്ധമാകുന്നതും ഒരു മുസ്ലിമിന് മാത്രമാണ്.
രണ്ടാമത്തെ ഷർത്ത്, മുസ്ലിമായാൽ മാത്രം പോരാ, ബുദ്ധി ഉണ്ടാകണം. ഒരാൾ മുസ്ലിമാണ്, പക്ഷേ അയാൾക്ക് ബുദ്ധിയില്ല. പലപ്പോഴും പ്രായമായ കഴിഞ്ഞ ആളുകൾ 70, 80, 90 വയസ്സായി കഴിഞ്ഞാലൊക്കെ ചില ആളുകൾ ബുദ്ധി പോകും. പിന്നെ അവർക്ക് നോമ്പ് നിർബന്ധമില്ല, അവർ മുസ്ലിമാണ്. അപ്പൊ മുസ്ലിമായി ബുദ്ധിയുള്ളവരുള്ള ആളുകൾക്ക് മാത്രമേ നോമ്പ് നിർബന്ധമുള്ളൂ എന്നതാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ബുദ്ധിയുള്ളവർക്ക് മാത്രമാണ് നോമ്പ് നിർബന്ധമാവുകയുള്ളൂ. ബുദ്ധിയില്ലാത്ത ഭ്രാന്തുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമില്ല. അവരുടെ അവർ നോമ്പ് നോറ്റാൽ അത് സ്വഹീഹായ നോമ്പാവുകയില്ല. അവിടുന്ന് പറഞ്ഞു, റഫിഅൽ ഖലമു അൻ സലാസത്തിൻ അനിൽ മജ്നൂൻ. മൂന്ന് പേരിൽ ആ 3 ആളുകളിൽ നിന്നും പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. അഥവാ അവർക്ക് ഇസ്ലാമികമായ നിയമങ്ങൾ ബാധകമല്ല. 3 വിഭാഗം ആളുകൾ. അതിലൊന്നാണ് അനിൽ മജ്നൂൻ, ബുദ്ധിഭ്രമം വന്ന ആളുകൾ. ആ ബുദ്ധിഭ്രമം നീങ്ങുന്നത് വരെ, ഒരാൾക്ക് ബുദ്ധിക്ഷയമുണ്ടായി, ആ സമയത്ത് അയാൾക്ക് ഇസ്ലാമികമായ നിയമങ്ങൾ ബാധകമല്ല. എന്നാൽ അയാളുടെ ബുദ്ധിഭ്രമം നീങ്ങിക്കഴിഞ്ഞാൽ, ആ നീങ്ങിയത് മുതൽ പിന്നീട് അങ്ങോട്ടുള്ള ഇസ്ലാമികമായ നിയമങ്ങൾ അയാൾക്ക് ബാധകമാണ്. രണ്ടാമത്തത് ഉറങ്ങുന്ന ആളുകൾക്ക് ഇസ്ലാമിക നിയമങ്ങൾ ബാധകമല്ല. ഉറങ്ങി എഴുന്നേൽക്കുന്നത് വരെ, എഴുന്നേൽച്ചു കഴിഞ്ഞാൽ പിന്നെ ബാധകമാണ്. മൂന്നാമത്തെ ആളുകൾ കുട്ടി പ്രായപൂർത്തിയാകുന്നത് വരെ, ഒരു കുട്ടി പ്രായപൂർത്തിയാകുന്നത് വരെ അവനും ഇസ്ലാമികമായ നിയമങ്ങൾ ബാധകമല്ല. എന്നാൽ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവന് ഇസ്ലാമികമായ മൂല്യങ്ങളും ഇസ്ലാമികമായ നിർബന്ധമായ കാര്യങ്ങൾ ബാധകമായി തീരുമെന്നാണ്. അതുകൊണ്ട് തന്നെ വാർദ്ധക്യം അധികരിച്ച് അത് കാരണത്താൽ യാതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ആളുകൾ, ആ അവസ്ഥയിലായ ആളുകൾക്ക് നോമ്പ് നിർബന്ധമല്ല എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. പല ആളുകളും അത്തരം ആളുകളെ കൊണ്ടൊക്കെ പ്രയാസപ്പെടുത്തി നോമ്പ് എടുപ്പിക്കുന്നത് കാണാൻ സാധിക്കും. നിയമങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ അത്തരം ആളുകൾക്ക് ഫിദിയ കൊടുക്കുക, അതും ബാധകമല്ല. അവർക്ക് ഇത് ബാധകമുള്ളത് ആർക്കാണ്? നോമ്പ് നോൽക്കാൻ ബുദ്ധിയുണ്ട്, മുഅ്മിനാണ്, പക്ഷേ ആരോഗ്യപരമായി ശാരീരികമായി പ്രയാസമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഫിദിയ കൊടുക്കേണ്ടത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുക. അതുപോലെ തന്നെ മൂന്നാമതായി, സ്ത്രീകൾ ഹൈലിൽ നിന്നും നിഫാസിൽ നിന്നും ശുദ്ധിയാകുന്നത് വരെ അവർക്ക് നോമ്പ് നോൽക്കേണ്ടതില്ല. എന്നാൽ നോമ്പ് അനുഷ്ഠിക്കുന്ന സ്ത്രീകൾ ഹൈലിൽ നിന്നും നിഫാസിൽ നിന്നും മുക്തി നേടുന്നത് വരെ അവർക്കത് ബാധകമല്ല. മുക്തിയായി കഴിഞ്ഞാലോ, ശുദ്ധിയായി കഴിഞ്ഞാൽ അവർ നോമ്പ് അനുഷ്ഠിക്കണം. എത്ര നോമ്പാണോ അവർക്ക് വിട്ടുപോയത് അത് നോറ്റ് വീട്ടുകയും ചെയ്യണം എന്നതാണ്. ഒരാർത്തവകാരിയായ അല്ലെങ്കിൽ നിഫാസുള്ള പ്രസവ രക്തമുള്ള സ്ത്രീകൾ ശുദ്ധിയാകുന്നത് വരെ അവർക്ക് നോമ്പ് നിർബന്ധമുള്ള കാര്യമില്ല. ശുദ്ധിയായി കഴിഞ്ഞാൽ അവർ അത് നോറ്റ് വീട്ടുകയും ചെയ്യണം. നാലാമത്തെ ഷർത്ത് എന്ന് പറഞ്ഞാൽ രാത്രി നിയ്യത്ത് വെച്ചിരിക്കണം. റമദാനിൽ നോമ്പാണെങ്കിൽ രാത്രി ഇശാഇന്റെയും സുബഹി ബാങ്ക്, ഫജ്റിന് ബാങ്ക് വിളിക്കുന്നതിന്റെ മുന്നോടിയായി, അത് ഏത് സമയമാണ്, സുബഹിന്റെ തൊട്ട് മുന്നേ നിയ്യത്ത് വെച്ചാൽ മതി. അതല്ല, ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് നിയ്യത്ത് വെച്ചാൽ മതി. ഇശാഇന്റെയും സുബഹിന്റെയും ഇടയിൽ ഏത് സമയത്തും അവർക്ക് നിയ്യത്ത് വെക്കാം. നോമ്പ് നോൽക്കുമെന്ന ആ ഒരു തീരുമാനം ഉണ്ടാകണം. അത് ഉറക്കെ ചൊല്ലി പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ പള്ളികളിലൊക്കെ പല പള്ളികളിലും നിയ്യത്ത് ഉസ്താദുമാര് ചൊല്ലി പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ ചൊല്ലി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും നോമ്പ് നോൽക്കുമെന്ന തീരുമാനം ഓരോരുത്തരും എടുക്കേണ്ടതാണ്. നിയ്യത്ത് എന്നത്, അതിന്റെ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിൽ കരുതുക എന്നതാണ്. ആ ഒരു തീരുമാനം ഉണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യുജ്മഇ സിയാമ ഖബ്ല അൽ ഫജ്രി വലാ സിയാമ ലഹു. പ്രഭാതത്തിന് മുമ്പായി നിയ്യത്ത് ചെയ്യാത്തവന് നോമ്പില്ല എന്നാണ്.
സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ നിയ്യത്ത് വെക്കണം. സുബഹിക്ക് ശേഷമാണ് നിയ്യത്ത് വെക്കുന്നതെങ്കിലോ അവന് നോമ്പില്ല. എന്നാൽ സുന്നത്ത് നോമ്പാണ് എങ്കിൽ ഒരാൾ സുന്നത്ത് നോമ്പ് വെക്കാൻ തീരുമാനിച്ചു, അയാൾ ഫജ്റിന് ബാങ്ക് വിളിച്ചതിന് ശേഷമാണ് നോമ്പെടുക്കാൻ തീരുമാനമുള്ളത്, അയാൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എങ്കിൽ ഫജ്റിന് ബാങ്ക് വിളിച്ചതിന് ശേഷവും അയാൾക്ക് നിയ്യത്ത് വെക്കാം. അത് ഫർളിന് ബാധകമല്ല, സുന്നത്തിന് മാത്രം. ഈ 4 കാര്യങ്ങളാണ് നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ ബാധകമായ ഷർത്തുകൾ. 1 മുസ്ലിമായിരിക്കുക, 2 ബുദ്ധിയുള്ളവരായിരിക്കുക, 3 സ്ത്രീകളാണ് എങ്കിൽ ഹൈലിൽ നിന്നും നിഫാസിൽ നിന്നും ശുദ്ധിയുള്ളവരാകണം, 4 രാത്രി തന്നെ നിയ്യത്ത് വെച്ചിരിക്കണം, ഫജ്റിന്റെ മുമ്പ് തന്നെ നിയ്യത്ത് ഉള്ളവരായിരിക്കണം എന്നതാണ്. ഈ കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും മനസ്സിലാക്കിയത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നോമ്പ് സ്വീകരിക്കണമെങ്കിൽ ഉള്ള ഷർത്തുകളാണ് 4 പറഞ്ഞത്. ഇനി നോമ്പ് നിർബന്ധമാകണമെങ്കിലുള്ള ഷർത്തുകൾ 3 ഷർത്തുകളാണുള്ളത്. 1, നോമ്പെടുക്കുവാനുള്ള ആരോഗ്യശേഷി ഉണ്ടായിരിക്കുക. നോമ്പെടുക്കാനുള്ള ആരോഗ്യശേഷി ഉള്ളവർക്ക് മാത്രമാണ് നോമ്പ് നിർബന്ധമാവുകയുള്ളൂ. ആരോഗ്യപരമായി നോമ്പ് അനുഷ്ഠിക്കുവാൻ അശക്തരാണ് എങ്കിൽ അത്തരം ആളുകൾക്ക് നോമ്പ് നിർബന്ധമുള്ള കാര്യമില്ല. എന്നാൽ നോമ്പ് ഒഴിവാക്കിയ ആളുകൾ, ഒരാൾക്ക് ശാരീരികമായി പ്രയാസമുണ്ട്, ആ കാരണത്താലാണ് നോമ്പ് ഒഴിവാക്കിയത്, എന്നാൽ ആ ശാരീരികമായ പ്രയാസം നീങ്ങിക്കഴിഞ്ഞാൽ അയാൾ എത്ര നോമ്പാണോ അയാൾക്ക് നഷ്ടപ്പെട്ടത് അത് അയാൾ പിന്നീട് നോറ്റ് വീട്ടണം. ആ ശാരീരിക പ്രയാസമുള്ള സമയത്ത് നോൽക്കണ്ട എന്നേ ഉള്ളൂ. എന്നാൽ അത്തരം ആളുകൾ ഇനി ശാരീരികമായ പ്രയാസം നീങ്ങുകയില്ല എന്ന അങ്ങനെയുള്ള ആരോഗ്യ പ്രയാസമുള്ള ആളുകൾ, മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ആളുകളുണ്ടാകും. അത്തരം ആളുകൾ അതിന് അവർക്ക് ബുദ്ധിയും അതുപോലെ മുസ്ലിമാണ്, ബുദ്ധിയുണ്ട്, ഒക്കെ ഉണ്ട് എങ്കിൽ അവർ നേരത്തെ പറഞ്ഞ പോലെ ഒരു നേരത്തെ ഭക്ഷണം ഒരു പാവപ്പെട്ടവന് ഫിദിയ നൽകണം. അതാണ് അതിന്റെ പ്രായശ്ചിത്തം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ കാന മരീദൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. ആരെങ്കിലും രോഗിയാണ് എങ്കിൽ അവർക്ക് നോമ്പ് നിർബന്ധമില്ല. അതുപോലെ തന്നെ നോമ്പ് നിർബന്ധമാകാനുള്ള ഷർത്തുള്ള 2ാമത്തെ ആളുകൾ യാത്രക്കാരായ ആളുകളാണ്. അതാണ് ഔ അലാ സഫറിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. ഇനി ആരെങ്കിലും യാത്രയിലാണ് എങ്കിൽ അവർക്കും നോമ്പ് ബാധകമില്ല. അത്രയും നോമ്പ് അവർ നോൽക്കേണ്ടതില്ല. ഒരു ദൂരയാത്ര, ലോങ് യാത്ര പോവുകയാണ്, യാത്രയിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ആ ദിവസം അവർ നോമ്പ് നോൽക്കേണ്ടതില്ല. എന്നാൽ യാത്ര കഴിഞ്ഞാൽ അവർ ആ നോമ്പ് നോറ്റ് വീട്ടണം. ഇനി അതുപോലെ തന്നെ 3ാമത്തെ ഷർത്ത്, നോമ്പ് നിർബന്ധമാകുവാനുള്ള 3ാമത്തെ ഷർത്ത് പ്രായപൂർത്തിയാവുക എന്നതാണ്. കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ നോമ്പ് നിർബന്ധമുള്ള കാര്യമല്ല. ഇസ്ലാമിന്റെ ഏതൊരു വിധിയിലും അത് ബാധകമാണ് പ്രായപൂർത്തിയെത്തുക എന്നത്. അതാണ് നേരത്തെ പറഞ്ഞ ഹദീസിൽ നമ്മൾ പറഞ്ഞത്. ഈ 3 കാര്യങ്ങളാണ് നോമ്പ് നിർബന്ധമായിത്തീരുവാനുള്ള കാര്യങ്ങൾ. ഇനി കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അവർക്ക് നോമ്പെടുത്താൽ അത്തരം ആ കുട്ടികളെ അതിൽ നിന്ന് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നോമ്പെടുക്കുകയാണെങ്കിൽ നിരുത്സാഹപ്പെടുത്തരുത്. അവർക്ക് അവരുടെ ഭാവിയിൽ പ്രായം എത്തിക്കഴിഞ്ഞാൽ അതൊരു നോമ്പെടുക്കുവാനുള്ള പ്രോത്സാഹനമായി തീരും. എന്നാൽ പ്രയാസപ്പെടുത്തി എടുപ്പിക്കുകയും ചെയ്യരുത്.
പ്രയാസമുണ്ട് എങ്കിൽ അവരെ മുറിപ്പിക്കാൻ പറയുകയും ചെയ്യണം. അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ഒരു ഹദീസിൽ കാണാം, ഞങ്ങൾ മുബയ്യിബ്നു മുഅവ്വിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കുകയും കുട്ടികളെ കൊണ്ട് അത് നോൽപ്പിക്കുകയും ചെയ്യാറുണ്ട്. അവർക്ക് രോമം കൊണ്ട് കുപ്പായമുണ്ടാക്കി കൊടുക്കും. വല്ല കുട്ടിയും ഭക്ഷണത്തിന് കരഞ്ഞാൽ നോമ്പ് മുറിക്കാൻ സമയമാകുന്നതുവരെ കളിപ്പാട്ടങ്ങൾ കൊടുത്ത് ഞങ്ങൾ അവരെ കളിപ്പിക്കും എന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അവരെ നോമ്പ് ശീലമാക്കുകയാണ്. പ്രായപൂർത്തിയില്ലാത്ത കുട്ടികളോട് നോമ്പെടുക്കുവാൻ നിർദ്ദേശിക്കുക എന്നത് രക്ഷിതാക്കൾക്ക് സുന്നത്തായ കാര്യമാണ്. നല്ല കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ അവരെ ചെറുപ്പത്തിലേ ശീലമാക്കണം. അതുവഴി നോമ്പ് ശീലിക്കാൻ അവർക്ക് കാരണമായി തീരുമെന്നാണ്. അതാണ് സഹാബികൾ ചെറുപ്പത്തിൽ അവർക്ക് ആ നോമ്പ് ശീലമാക്കി കൊടുത്ത് ഇരുന്നത്. അവർക്ക് സമ്മാനങ്ങൾ, പ്രോത്സാഹനങ്ങൾ ഒക്കെ നൽകുക, നോമ്പെടുക്കുന്ന കുട്ടികൾക്ക് നല്ല നല്ല ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുക്കുക. ഈ ഹദീസിൽ പറഞ്ഞതാണ്, അവർക്ക് രോമം കൊണ്ടുള്ള കുപ്പായം അവർക്ക് കൊടുക്കുമായിരുന്നു എന്ന് ഹദീസിൽ വന്നതാണ്. അതുകൊണ്ട് തന്നെ വകതിരിവെത്തുന്നതിന് മുമ്പ് തന്നെ നോമ്പ് അനുഷ്ഠിക്കുവാൻ കഴിവുള്ളതുമായ കുട്ടികളെ കൊണ്ട് നോമ്പ് അനുഷ്ഠിപ്പിക്കുക എന്നത് രക്ഷിതാക്കളെന്ന നിലയ്ക്ക് അവർക്ക് അത് പ്രോത്സാഹിപ്പിക്കുക എന്നത് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞത് വാജിബായ കാര്യമാണ്. നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ആ കാര്യം കൂടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നോമ്പുമായി ബന്ധപ്പെട്ട് നോമ്പിന്റെ ഷർത്തുകളായ കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കാര്യങ്ങളെ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ നിയമങ്ങളും കൽപ്പനകളും എല്ലാം ജീവിതത്തിൽ പാലിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങൾ, അതോടൊപ്പം പ്രാർത്ഥനകൾക്ക് 2 വസിയത്തുണ്ട്. ഒന്ന്, നമ്മുടെ യുവ പണ്ഡിതനായ ത്വാഹ അൽ ഹിക്കമി, അദ്ദേഹത്തിന് ബ്രെയിനിൽ ചെറിയൊരു പ്രയാസമുണ്ടായി, ഇന്നലെ മുതൽ ബോധക്ഷയമുണ്ടായി ഐസിയിലാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ രണ്ടാമതായി, എൻ്റെ പെങ്ങളെ ഇന്നലെ ഒരു മേജർ സർജറി കഴിഞ്ഞ് ഐസിയിലാണ്. 2-3 ദിവസം ഐസിയിൽ തന്നെ തുടരണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കെല്ലാം ശിഫ നൽകുകയും പൂർവമായ ആരോഗ്യം അവർക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. അത്തരം മാരകമായ അസുഖങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു അവരുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം പുറത്ത് മായ്ച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട്ടുപോയ, മരണപ്പെട്ടുപോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, നാട്ടുകാർ അവരെല്ലാം ഇന്ന് ഖബറുകളിലാണ്. അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ എല്ലാം അറിയുന്നതിനായ നാഥ, നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. ഒരു വിഭാഗം ആളുകൾ നാളെ നരകത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും പോകുമ്പോൾ ആ സ്വർഗക്കാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. നാളെ നിന്റെ അർശിന്റെ തണലിൽ സുഖിക്കുന്ന ഒരു കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധ റമദാനിലേക്ക് മനസ്സുകളെ പാകപ്പെടുത്തി തഖ്വയോടുകൂടി പ്രവേശിപ്പിക്കുന്ന ഒരു കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. അതിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഈ പരിശുദ്ധ റമദാനിൽ കഴിവിന്റെ പരമാവധി നന്മകൾ വാരിക്കൂട്ടുവാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഈ റമദാനോടുകൂടി, റമദാൻ തുടങ്ങി അവസാനിക്കുന്നത് വരെ അതിലൂടെ സഞ്ചരിച്ച് പരമാവധി ഖുർആൻ പാരായണവും സുന്നത്ത് നമസ്കാരങ്ങളും അതുപോലെ സ്വതക്കയും നന്മകളെല്ലാം ചെയ്യുവാനുള്ള ആഫിയത്ത് നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ.